പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബിൽ തിരിച്ചയച്ച രാഷ്ട്രപതിയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി പ്ലാച്ചിമട സമരസമിതി രംഗത്ത്. കൊക്കോകോളയെ സഹായിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ബിൽ മടക്കി അയച്ചതെന്നും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാർ പുതിയ ബിൽ പാസാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. പ്ലാച്ചിമടയിലെ കൊക്കോകോള കമ്പനി മൂലം ദുരിതമനുഭവിച്ചവർക്ക് ആശ്വാസമാകേണ്ടിയിരുന്ന പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ലിന് അനുമതി നൽകാതെ രാഷ്ട്രപതി മടക്കി അയച്ചതിനെതിരെ വൻ പ്രക്ഷോഭത്തിനാണ് പ്ലാച്ചിമട സമരസമിതി ഒരുങ്ങുന്നത്. കൊക്കോകോളയെ സഹായിക്കാനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ബില്ല് മടക്കിയതെന്നും അതിനാൽ ഈ മാസം 11-ന് തിരുവനന്തപുരത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ തടയുമെന്നും സമരസമിതി പ്രഖ്യാപിച്ചു. സാധാരണക്കാരായ ആദിവാസികളോട് ചെയ്ത ഈ ക്രൂര ചതിക്ക്, ഈ കോർപ്പറേറ്റ് ദാസ്യപ്പണിക്കെതിരെ, ദല്ലാൾ പണിക്കെതിരെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെ ഞങ്ങളതിന് പ്രതിഷേധം രേഖപ്പെടുത്തും. ഈ 11-ാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ തടയും. അതാണ് സമരസമിതി ഐക്യദാർഢ്യ സമിതി എടുത്തിട്ടുള്ള തീരുമാനം. സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ ബിൽ 6 ആഴ്ചയ്ക്കകം രാഷ്ട്രപതിക്ക് അയച്ചു നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ കഴിഞ്ഞ UPA സർക്കാരും ഇപ്പോഴത്തെ BJP സർക്കാരും ഒരുപോലെ കൊക്കോകോളയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരസമിതി ആരോപിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള സോണിയാഗാന്ധി. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഏറ്റവും വലിയ ഡോണർമാരിൽ ഒരാളാണ് കൊക്കോകോള. NDA വന്ന സമയത്ത് NDAയിലെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന മന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി തന്നെ രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൊക്കോകോളയുടെ കേസിൽ കൊക്കോകോളയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ളത് തന്നെ അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണുന്നത്. ഇവർ പൂർണ്ണമായിട്ടും കൊക്കോകോളയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബിൽ മടക്കിയ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ ഭേദഗതികളോടെ പുതിയ ബിൽ അവതരിപ്പിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, പാലക്കാട്.